ടർക്കിയിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടർക്കിഷ് പ്രസിഡന്റ് എർദോഗാൻ അവിടുത്തെയുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊട്ടൻഷ്യലായിട്ട് അടുത്ത പ്രാവശ്യം പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആകേണ്ട എക്രം ഇമോഗലു അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. കൂടെ ഏകദേശം 150 പരം അദ്ദേഹത്തിന്റെ CHP എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, അതായത് ടർക്കിഷ് റിപ്പബ്ലിക്കൻ പാർട്ടി, അവരെയും അറസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ പബ്ലിക് ഗ്യാതറിങ് അത് കംപ്ലീറ്റ് ആയിട്ട് എമർജൻസി റൂൾ കൊണ്ടുവന്ന് അത് ഇല്ലാതാക്കി. അപ്പോൾ ആലോചിക്കുക, എന്താണിത് പെട്ടെന്നുണ്ടാകാൻ കാരണം? നിങ്ങൾക്കറിയാം, ടർക്കിഷ് കറൻസി ലിറ ഏറ്റവും ഷാർപ്പായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു. പക്ഷെ കഴിഞ്ഞ 2020-24 അവരുടെ GDP സ്ലൈറ്റായിട്ടൊന്ന് ഇമ്പ്രൂവ് ആയി, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒന്ന് കുറഞ്ഞു. അപ്പൊ അതിൻ്റെ പേരിൽ അവിടെ ഒരു മീഡിയയിൽ വരാൻ തുടങ്ങി. 2028 വരെ ഭരണം ഉണ്ടായിരിക്കേണ്ട എർദോഗാൻ പെട്ടെന്നൊരു സ്നാപ്പ് എലക്ഷൻ നടത്താൻ പോവുകയാണ്. കാരണം പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഇയാൾക്കെതിരെ വലിയൊരു വിമർശനം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര രീതിയിലാകാൻ തുടങ്ങി. ഇനി അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് എർദോഗാനെതിരെ ഇത്രമാത്രം പബ്ലിക് ആംഗ്രി ഉണ്ടാകാനുണ്ടായ കാരണം. ഇപ്പം ജനാധിപത്യമായി എലക്റ്റഡ് ആയ ഗവൺമെന്റ് അവിടെ ഒരു സുപ്രീം അതോറിറ്റിയെ കൊണ്ടുവരികയാണ്. അതായത് ജനാധിപത്യമായിട്ട് ബന്ധമില്ലാത്ത റിലീജിയസ് അതോറിറ്റിയെ കൊണ്ടുവന്ന് അതിൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് വെച്ചു കൊടുത്തു. അതായത് ടർക്കിയുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഭരണഘടനയും മാറ്റാനുള്ള പരിപാടികളുടെ ലക്ഷ്യമായി. അതിനകത്ത് പൂർണ്ണമായിട്ടും ഇസ്ലാമിക രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും മുന്നോട്ട് പോകേണ്ടത്. അതായത് ജനങ്ങളുടെ ഡെമോക്രാറ്റിക് വാല്യൂസ്, ഫ്രീഡം, ഇത് ഗ്രാജുവലായിട്ട് കർബ് ചെയ്യാൻ തുടങ്ങി, ഓരോന്നായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ചില പോലീസും അതിൻ്റെ ഇടയ്ക്ക് ഇവരെ ഹിജാബ് ഇല്ലാതെ പോകുന്ന മുസ്ലിം സ്ത്രീകൾ അവരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ചിലയിടത്തൊക്കെ അവിടെ ഹോട്ടൽസ് ഈ പെരുന്നാൾ സമയത്ത്, നോയമ്പ് സമയത്തൊക്കെ തുറന്നു വെച്ച ഹോട്ടലുകളോട് അത് അടയ്ക്കാൻ പറയുന്നു. അതായത് മതഭ്രാന്ത രീതിയിലായി എർദോഗാന്റെ പോക്ക്. ഇത് സാധാരണ ഈ ടർക്കിഷ് ആൾക്കാർ ബേസിക്കലി നല്ല ആൾക്കാരാണ്. കാരണം ഞാൻ ആ സിറ്റിയിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അവിടെ ബാറുകളുണ്ട്, ബാറുകളിൽ സെർവ് ചെയ്ത് ഇഷ്ടം പോലെ മുസ്ലിം പെണ്ണുങ്ങളും ഉണ്ട്, എനിക്ക് കുറച്ച് ടർക്കിഷ് ഫ്രണ്ട്സും ഉണ്ട്. അപ്പം അതിനെ പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ഇസ്ലാമിക രീതിയിൽ കൊണ്ടുവരാൻ ഈ അടുത്ത കാലത്ത് പുള്ളി ഒരു സുപ്രീം അതോറിറ്റിയെ കൊണ്ടങ്ങ് വെച്ചു. അതായത് അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ സാധാരണയായിട്ട് ജനങ്ങളുടെ ഇടപഴകുന്ന രീതി അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അതായത് പൂർണ്ണമായിട്ടും ഇസ്ലാമിക രീതിയിലോട്ട് ടർക്കിയെ മാറ്റാൻ ഇയാൾ ശ്രമിച്ചു. അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, കഴിഞ്ഞ പ്രാവശ്യം ഈ ടർക്കി പ്രസിഡന്റിന് എതിരായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് അവിടെ മേയർ ഇലക്ഷനും അവിടുത്തെ റീജിയണൽ ബോഡി ഇലക്ഷനിൽ വിജയിച്ചിരിക്കുന്നത്. കാരണം എർദോഗാന്റെ പാർട്ടി വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. കാരണം അതിന് 1 വർഷം മുമ്പ് തന്നെ അവിടെ നടന്ന പാർലമെന്റ് ഇലക്ഷൻ വലിയ ഭൂരിപക്ഷത്തിലാണ് എർദോഗാൻ ജയിച്ചു വന്നത്. 2028 പ്രസിഡന്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ട് അവിടെ ഇലക്ഷൻ നടന്നപ്പോൾ ഈ എർദോഗാന്റെ പാർട്ടി ഭയങ്കരമായ രീതിയിൽ അങ്ങ് തോറ്റുപോയി. ഇവിടെ ചോദ്യങ്ങളായി. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അയാൾ കൊണ്ടുവന്ന ഇസ്ലാമിക രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷന് ശ്രമിക്കുകയാണ്. അവിടെയാണ് അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഈ പറയുന്ന എക്രൈം ഇമോഗലു എന്ന് പറയുന്ന നേതാവ് പെട്ടെന്ന് അങ്ങ് പോപ്പുലാരിറ്റി അങ്ങ് വന്നു. സ്ഥിരമായിട്ട് കൺവെൻഷൻ വിളിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ കൂടെ അദ്ദേഹം പല ട്വീറ്റുകൾ ചെയ്യുന്നു. ടർക്കിയുടെ കൾച്ചർ നശിപ്പിക്കുവാനും സെക്കുലർ കൾച്ചർ നശിപ്പിക്കുവാനും എർദോഗാൻ ശ്രമിക്കുന്നു. ഇതിന് ഭയങ്കരമായിട്ടുള്ള വൈറൽ പ്രാധാന്യം സോഷ്യൽ മീഡിയയിൽ അങ്ങ് കിട്ടി. അതോടുകൂടി എർദോഗാന് ഭയമായി. എർദോഗാനെ എതിർക്കുന്ന ചില പത്രങ്ങളുണ്ട്. കാരണം അതിനകത്ത് നിങ്ങൾക്കറിയാം, അവിടുത്തെ കർഡിഷ് വർക്കേഴ്സ് പാർട്ടി ആ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ് ആയിട്ടാണ് ഇവർ ടോക്സ് ഒക്കെ നടത്തി. അതിൻ്റെ സീനിയർ നേതാവ് വെപ്പൺസ് താഴെ വെക്കാമെന്ന് പറഞ്ഞ്. അപ്പം അവരുടെ അധീനതയിലുള്ള ചില പത്രങ്ങളൊക്കെ ഉണ്ട്, വെബ്സൈറ്റും പരും, അവർ പുറത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ എർദോഗാൻ ഇപ്പോഴത്തെ ഭയമെന്ന് പറയുന്നത്, ഇൻ കേസ് ടർക്കിയിൽ ഒരു സ്നാപ്പ് ഇലക്ഷൻ വന്ന് എന്തെങ്കിലും രീതിയിൽ സെറ്റ് ബാക്ക് ഉണ്ടാവുകയാണെങ്കിൽ
പുതിയ ഗവൺമെന്റ് വരികയും ഇയാളെ പിടിച്ച് ഉറുദുകാരെ പിടിച്ച് അകത്തിടുമോ എന്നുള്ള പേടിയായി. അതിൻ്റെ പേരിലാണ് അവിടുത്തെ ഒപ്പോസിഷൻ ലീഡേഴ്സിനെ, ഒപ്പോസിഷൻ പാർട്ടി സീനിയർ പാർട്ടി ലീഡേഴ്സിനെ ഒക്കെ പിടിച്ച് അകത്തിടാൻ തുടങ്ങി. അതായത് എമർജൻസി അവിടെ പ്രഖ്യാപിച്ച രീതിയിലോട്ടാണ് ഇപ്പോൾ ടർക്കിയുടെ പോക്ക്. അതായത് മനസ്സിലാക്കുക, ഇപ്പോഴത്തെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ടർക്കി എന്ന് പറഞ്ഞ ഇസ്താംബുൾ സിറ്റി ഇസ്ലാമിൻ്റെ മോഡറേറ്റ് ലോകമാണ്. 2 സിറ്റികൾ നമുക്ക് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യും. ഒന്ന് ഈസ്താംബുളും മറ്റേ ഈജിപ്തും അലക്സാൻഡ്രിയയും. ആ സിറ്റിയുടെ ലൈഫ് അങ്ങനെ ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമാണ് ലൈഫ്. അപ്പൊ അതിനെ നശിപ്പിക്കാൻ ഉറുദുഗാൻ ശ്രമിക്കുന്നു എന്നുള്ള ധാരണ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള യങ്സ്റ്റേഴ്സും ജനങ്ങളും ഉറുദുഗാനും പൊളിറ്റിക്കൽ പാർട്ടിക്ക് വോട്ട് ചെയ്തവർ മുഴുവനും അയാൾക്ക് എതിരാകുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ജനകീയ പിന്തുണയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സർവേ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഉറുദുഗാൻ വളരെ വളരെ പുറകിൽ പോയി. ചില ആൾക്കാർ ഉറുദുഗാന്റെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിനെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയ തെറി വിളിക്കാൻ തുടങ്ങി. ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഭയന്നിട്ടാണ്, ഇതൊന്നും സംഭവിച്ചില്ല ഇയാൾ അകത്ത് പോകും, കാരണം ഉറുദുകാർ ഇനി അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ പറ്റുമോ എന്നത് പോലും സംശയമാണ്. ഇൻ കേസ് ഈ പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ പാർട്ടി അധികാരത്തിൽ വരുവാണെങ്കിൽ ഇയാളെ പിടിച്ച് അകത്തിടുകയും ചെയ്യും, ഇയാളുടെ കൂടെ നടന്ന പരിപാടികളും. അപ്പോൾ ഒരു കള്ളക്കേസുകൾ മുഴുവൻ അങ്ങ് മെനഞ്ഞെടുത്തു. അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ ലീഡർ ഈ പറയുന്ന അക്രമേ, അയാളെ പറ്റി പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. PKK, അതായത് കർഡിഷ് വർക്കേഴ്സ് പാർട്ടിക്ക് ഫണ്ട് കൊടുത്തു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടുത്തെ ഉറുദുഗാന്റെ പാർട്ടിക്കാർ വന്ന് ആ മനുഷ്യനെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ കള്ളക്കേസുകളും പ്രശ്നങ്ങളും പല ആൾക്കെതിരെ കറപ്ഷൻ ചാർജും എല്ലാം കൊണ്ട് വെച്ച് പിടിച്ചെടുത്ത് അകത്തിട്ടു. പക്ഷെ പിന്നീട് ടർക്കിയിൽ ഉണ്ടാകാൻ പോകുന്ന അവിടെ ഒരു സ്ട്രീറ്റ് വിപ്ലവം തന്നെ ഉണ്ടാകുന്ന പോസിബിലിറ്റിയാണ് പല ഇന്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സ് അവിടുന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഉറുദുവിൻ്റെ കയ്യിൽ ഇത് പിടിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. അവിടെ പട്ടാളത്തിനകത്തും പ്രശ്നമുണ്ട്. നേരത്തെ ഒരു പട്ടാള വിപ്ലവം, ഒരു കൂപ്പുണ്ടാകാനുള്ള ശ്രമം ഉണ്ടായി. അത് അവസാന നിമിഷമാണ് അതിൻ്റെ അത് ഉറുദുഗാൻ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ ലീഡർ ഇസ്താൻബുൾ മേയർ എന്ന് പറയുന്നയാളും ഈ റിപ്പബ്ലിക്കൻ പാർട്ടി, ഈ ട്രംപിന്റെ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നിങ്ങൾ ആ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ടർക്കിയുടെ ഒരു പോക്കും എങ്ങനെയാണ് അമേരിക്കയുടെ പ്രാധാന്യം, അമേരിക്കൻ ഗെയിമും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയാം. പക്ഷെ എത്ര നാൾ ഉറുദുഗാൻ അവിടെ ഇരിക്കുമെന്നുള്ള കാര്യവും സംശയമാണ്. ഇനി മറ്റൊരു കാര്യം പറയാം, കേരളത്തിലുള്ള സുഡാപ്പികളിലൊക്കെ വലിയ ഐഡിയലോഗാണ് ഈ പറയുന്ന ഉറുദുഗാൻ. ഉറുദുഗാൻ ചില സമയത്തൊക്കെ ഹമാസിന് അനുകൂലമായിട്ട് പ്രസ്താവനയെ ഏകദേശം 1200 ഹമാസിന്റെ ലീഡേഴ്സ് ഇൻജുവേർഡ് ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന ചില പോയിന്റ് ഉണ്ട്. എന്തിനാണ് ഈ ഹമാസിന്റെ ലീഡേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? കാരണം ടർക്കി എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട രാജ്യമാണോ? ഈ ചോദ്യങ്ങളൊക്കെയാണ് ഉറുദുഗാന് പ്രശ്നമുണ്ടായത്. ഇപ്പൊ ജനങ്ങളും ചോദിക്കാൻ തുടങ്ങി. ഇവിടെയാണ് ഉറുദുഗാന്റെ ഇസ്ലാമിക ലോകവും ഇസ്ലാമിക മതഭ്രാന്തും എല്ലാം കൂടെ കയറി അടിച്ചു കഴിഞ്ഞപ്പം അവിടെയുള്ള സാധാരണ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. ഇവിടെയാണ് അയാൾ പെട്ടുപോയത്. പിന്നെ ഫർദറായിട്ട് പോകുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്ന ഫർദർ ഡെവലപ്മെന്റ് വരാനുള്ള ദിവസങ്ങളിൽ അത് വളരെ നിർണായകമായിരിക്കും. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.